ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തായ്ലൻഡിൻ്റെ സ്ട്രീറ്റ് ഫുഡ് കണ്ടു, അതുപോലെ തന്നെ തായ്ലൻഡിലത്തെ ഇന്ത്യൻ ഫുഡും കണ്ടു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തായ്ലൻഡിൻ്റെ സ്വന്തം ഫുഡാണ്, അതായത് തായ് ഫുഡാണ്. അപ്പം എന്താണ് തായ് ഫുഡെന്നും എന്തൊക്കെ സാധനങ്ങളാണ് ഈ തായ് ഫുഡിൽ അടങ്ങിയിട്ടുള്ളതെന്നും നമുക്ക് വീഡിയോയിൽ കാണാം. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. തായ് ഫുഡിൽ നമ്മളിന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ തായിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡാണ്. അതായത് കുറച്ചും കൂടി എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്ത ഗ്യാപ്പിൽ ഞാൻ അടുക്കളയിൽ കയറി വയ്ക്കിയതാണ്. അടുക്കളയിൻ്റെ കുക്കിംഗ് അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. നമുക്ക് എന്തായാലും ഫുഡ് സെർവ് ചെയ്യുമ്പോൾ കാണാം. എന്ത് സ്റ്റൈലാണല്ലേ അവരുടെ പ്രസൻറ്റേഷൻ. നടുക്കിലൊരു ലാമ്പൊക്കെ ആയിട്ട് അതിൻ്റെ ചുറ്റും ഡിഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കുറച്ച് ആൾക്കാർ തന്നെ വേണം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തൊക്കെയാണ് വിഭവത്തിൻ്റെ പേരെന്നും കൂടി നോക്കി. ഞാൻ എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്താ പറയുക, മെമ്മറിയിൽ നിൽക്കുന്നില്ല, അത്രയായിട്ട് രജിസ്റ്റർ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് പേരെന്നുള്ളത്.อันนี้คือปลาแปดเซียนนะคะผัดผักบุ้งค่ะอันนี้ไก่ผัดเม็ดมะม่วงผัดผักรวมค่ะอันนี้อะไรอันนี้ไรซ์ข้าวสวยอันนี้ทะเลผัดผงกะหรี่ค่ะอันนี้ไข่เจียวไข่เจียวหอยนางรมนะคะอันนี้ผัดฉ่าค่ะผัดฉ่าทะเลรวมอันนี้ไก่ทอดค่ะต้มยำทะเลรวมค่ะ. ഇപ്പോൾ സെറ്റപ്പ് അല്ലേ? എല്ലാവർക്കും എൻ്റെ പേരും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഉഷാറുന്നല്ലേ? ഹെൽത്തി ഫുഡാ, മസാല ഒന്നുമില്ല, അജിനോമോട്ടോ ഇല്ല, ഇല്ലേ? ഓവർ മസാല ഇല്ലാത്തോണ്ടേ കുടലിൽ കണ്ണു വീഴുന്നില്ല. സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. അടിപൊളിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഈ ഫിഷിലൊന്നും ഈ എല്ലാവരും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഫുള്ള് ചെറിയ പീസ് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നുള്ളേണ്ട ആവശ്യമില്ല. ചെറിയ സ്വീറ്റ് ഉണ്ടല്ലോ, ചെറിയ സ്വീറ്റ്നെസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ടേസ്റ്റിങ്ങിലാണ്. ഞാനും എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ലാമ്പിൻ്റെ തൊട്ട് സൈഡിലുള്ള ആ ഒരു ഡിഷാണ് കേട്ടോ. നമ്മൾ നീരാളിമാരുണ്ട്. ഇത് നമ്മളെ ചീരയാണ് കേട്ടോ. ചീരയും ഉള്ളിത്തണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷനാണ്. വാവ്, ഇത് കൂന്തലാണ് കേട്ടോ. പിന്നെ ചെമ്മീനും ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പ്. ഇത് ഓംലെറ്റ് ആണ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓംലെറ്റ്. പിന്നെ നമ്മളെ ഐറ്റം മീൻ, ചെറിയൊരു ഷുഗർ ടേസ്റ്റുള്ള ഒരു അടിപൊളി ഒരു ഫുഡാണ്, തായ് ഫുഡാണ് കേട്ടോ. ജീവിതത്തിൽ ശരിക്കും ഒരിക്കൽ ട്രൈ ചെയ്യേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തായ്ലൻഡിലൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഓതൻറ്റിക് ടേസ്റ്റ് അനുസരിച്ച് തായ് ഫുഡ് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തായ്ലൻഡിൽ തന്നെ വരണം കേട്ടോ. അതുകൊണ്ടാണ് പറയാൻ കാരണം. അല്ലെങ്കിൽ പുറമേ ആണെങ്കിലും നിങ്ങൾക്ക് തായ് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യുക. കിഡിലൻ സംഭവമാണ്. അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.